ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തട്ടിപ്പിൽ തലവെക്കല്ലേ എന്ന് എത്ര തവണ പറഞ്ഞാലും മലയാളികൾ അത് കേൾക്കില്ല. അഭ്യസ്തവിദ്യരായവർ അടക്കം പലതരം തട്ടിപ്പിന് പണം കൊടുത്ത് പെട്ടുപോകുന്നുണ്ട്. കൊച്ചിയിൽ ഇതിന്റെ ഭവിഷ്യത്ത് മുഴുവൻ അറിയാവുന്ന ഒരു റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരനാണ് പണം നൽകിയത്. ചിലരൊന്നുമല്ല, 33 ലക്ഷം രൂപയാണ് കൊച്ചി സ്വദേശിക്ക് നഷ്ടമായത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കിയായിരുന്നു തട്ടിപ്പ് സംഘം പണം കവർന്നെടുത്തത്. 7 ഘടുക്കളായി പണം നൽകിയ ശേഷമാണ് പറ്റിക്കപ്പെടുകയാണ് എന്ന് തന്നെ ഈ റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരൻ തിരിച്ചറിഞ്ഞു. കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, വർഷങ്ങളോളം ബാങ്കിൽ ജോലി ചെയ്തൊരു ജീവനക്കാരൻ, റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, പ്രായമുള്ള വ്യക്തിയാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് നമുക്കൊക്കെ പറഞ്ഞു തരേണ്ട, ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ നൽകേണ്ട ഒരു വ്യക്തിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പിൽ ചെന്ന് കുടുങ്ങി 33 ലക്ഷം രൂപ തുലച്ചു കളഞ്ഞത്. എന്താണ് സംഭവിച്ചത് അർജുൻ? ഷിഹാസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ എല്ലാ ദിവസവും ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട്, പരമാവധി മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഓരോ ദിവസവും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാകുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരൻ തന്നെയാണ് ഈ തട്ടിപ്പിന് ഇരയായത് എന്നതാണ്. ഇദ്ദേഹത്തിന്റെ നമ്പർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഷെയർ ട്രേഡിങ്ങിലൂടെ വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിപ്പിക്കുന്നു. അത്തരത്തിൽ ആ വലിയ ലാഭം കണ്ടുകൊണ്ടാണ് ഇയാൾ ഈ നിക്ഷേപിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 33,35,000 രൂപയാണ് ഏതാണ്ട് 2 മാസത്തെ ഇടവേളക്കിടെ ഇയാൾ ഈ അക്കൗണ്ടിലേക്ക് നൽകിയത്. ഏതാണ്ട് 7 ഗഡുക്കളായാണ് ഈ തുക കൈമാറിയത്. അതായത് ഫെബ്രുവരി 9 ആരംഭിച്ചതാണ്. അതിനുശേഷം ഈ മാസം 7-ാം തീയതി വരെ ഇതൊരു തട്ടിപ്പാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാങ്ക് ജീവനക്കാരനാണ്, ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും വകവെക്കാതെ ഈ പണം നൽകുകയായിരുന്നു. ഇദ്ദേഹത്തെ K1 വെൽത്ത് ഫോർ ഗുഡ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം ആഡ് ചെയ്തത്. അതിനുശേഷം ഇതിന്റെ ഗുണഗണങ്ങളൊക്കെ തന്നെ അവർ നൽകുകയും അത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. അത്തരത്തിലാണ് ഈ ഷെയർ ട്രേഡിങ്ങിലൂടെ വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഇയാൾ പ്രതീക്ഷിച്ച് ഈ പണം നൽകുന്നത്. അതിനുശേഷം യാതൊരു ലാഭവും വരുന്നില്ല എന്ന് കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഇയാൾ പരാതി നൽകിയത്. ആ പരാതിയിൽ ഒടുവിൽ കൊച്ചി എളമക്കര പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ മൊഴി കഴിഞ്ഞ ദിവസം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഇത്തരം അന്വേഷണങ്ങളൊക്കെ തന്നെ എത്തി നിൽക്കുന്നത് ഇതിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ചില കണ്ണികളിലേക്ക് മാത്രമാണ്. പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് പലപ്പോഴും അന്വേഷണം എത്താറില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. എന്തായാലും പോലീസ് ഈ തുക എങ്ങോട്ടാണ് കൈമാറിയത്, അതിന്റെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ അടക്കമുള്ള ആളുകളെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ആരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ് പ്രേക്ഷകരോട്, അതായത് ഓൺലൈൻ തട്ടിപ്പുകൾ നിരവധിയാണ്. കൃത്യമായ ഉറപ്പില്ലാതെ ഏതെങ്കിലും ഒരു വാഗ്ദാനം കേട്ടുകൊണ്ട് പണം നിക്ഷേപിക്കരുത് എന്ന് വീണ്ടും പറയുകയാണ്. പക്ഷേ ആളുകൾ ഒരു ഭാഗത്ത് വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ പണം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെയാണ് അർജുൻ, ആരും നിങ്ങൾക്ക് 1 രൂപ പോലും വെറുതെ തരില്ല എന്ന് മലയാളികൾ ഇനിയെങ്കിലും പഠിക്കണം. ചില മലയാളികൾക്ക് എത്ര തട്ട് കിട്ടിയാലും അവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും തട്ടിപ്പിൽ ചെന്ന് ചാടി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി പറയാനുള്ളത്, ദയവ് ചെയ്ത് ഓരോരുത്തരും സൂക്ഷിക്കുക, ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക.